വയനാട്ടിലേക്കാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സാഹചര്യം ഉണ്ടപ്പോൾ ചതുപ്പ് പ്രദേശത്താണ് കാട്ടാനെങ്കിലും ആളുകൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ശ്രീജിത്ത്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ഇവിടെ നിലവിലുണ്ടായിരിക്കുന്നത്. കാരണം 4-5 മണിക്കൂറായി കാട്ടാന ഇത്തരത്തിൽ മാനന്തവാടിയിലെ നഗരപ്രദേശത്തിൽ ഇറങ്ങിയിട്ടും ഈ കാട്ടാനയെ കാടുകയറ്റാനോ മയക്കുവെടിച്ച് പിടികൂടാനോ അധികൃതർ തയ്യാറായില്ല. അതിനാൽ തന്നെ നിലവിൽ ഇവിടെയുള്ള വയനാട് DFO, നോർത്ത് സൗത്ത് വയനാട് DFOമാർ ഇവിടെ ഉണ്ട്. അവരെ നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും അടിയന്തരമായി ഈ പ്രശ്നത്തിന് ഒരു തീരുമാനമുണ്ടായാലേ ഇത്തരത്തിൽ അവരെ പുറത്തുവിടൂ എന്ന രീതിയിലാണ് നാട്ടുകാരുടെ നിലപാട്. എന്തായാലും ഇവിടെ 500-ലധികം ജനങ്ങളാണ്, 500-ലധികം ആയിരക്കണക്കിന് അധികം ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ പ്രതിഷേധിക്കാൻ ആരംഭിക്കുകയാണ്. അല്പം മുൻപും ഇത്തരത്തിൽ റോഡ് ഉപരോധം അടക്കമുള്ള സമര പരിപാടിയിലേക്ക് ജനങ്ങൾ നിലവിലെ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ച MLA പറഞ്ഞത് ഈ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഈ ചൂട് കനക്കുമ്പോൾ മാത്രമല്ല, ഇത്തരത്തിൽ കാടിന്റെ വിസ്തൃതി കൂടുന്നില്ല, പക്ഷേ ജനവാസ മേഖലയുടെ വിസ്തൃതി കൂടുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ ഇടയുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം. അത് ഏറെക്കുറെ നമുക്കും വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ ആന ഇറങ്ങിയ സാഹചര്യത്തിൽ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നു സമയബന്ധിതമായി എന്നുള്ളത് കൊണ്ടാണോ, അതോ ഇങ്ങനെ തുടർച്ചയായ വന്യമൃഗശല്യം ഉണ്ടാകുന്നു എന്നാരോപിച്ചാണോ? ലക്ഷ്മി, ഈ പ്രതിഷേധത്തിന് പല കാരണങ്ങളുണ്ട്. കാരണം പ്രധാനപ്പെട്ട കാരണം ഇതൊരു നഗരപ്രദേശമാണ്. ഈ നഗരപ്രദേശത്തിൽ 4-5 മണിക്കൂറിലായി ഒരു കാട്ടാന എത്തിയിട്ടും ഇതിനെതിരെ നടപടിയെടുക്കുവാൻ, ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനോ ഇതിനെ കാട് കയറ്റാനോ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയത് വളരെ വൈകിയായിരുന്നു. ഇതും ജനങ്ങളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അറിയാം, ഇന്നലെ പുലർച്ചെയോടെയാണ് ഇത് കേരളത്തിന്റെ അതിർത്തിയായ തലപ്പുഴ പഞ്ചായത്തിലെത്തുന്നത്. തുടർന്ന് എടവകയിലെത്തുന്നു. എടവകയിലെത്തിയപ്പോൾ ജനങ്ങൾ ഇത്തരത്തിൽ ആന ഇറങ്ങിയ കാര്യം വനംവകുപ്പ് അധികൃതരെ അറിയിക്കുന്നു. തുടർന്ന് മാനന്തവാടി നഗരത്തിലെത്തുന്നു, മെഡിക്കൽ കോളേജിന് മുന്നിലെത്തുന്നു, കോടതിക്ക് മുന്നിലെത്തുന്നു. അത്തരത്തിൽ ജനവാസ മേഖലയിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തിലൂടെയായിരുന്നു ഈ ആന സഞ്ചരിച്ചത്. കാരണം എടവക പഞ്ചായത്തിലെത്തിയപ്പോൾ തന്നെ ഈ ആനയെ കണ്ടെത്തി കാട് കയറ്റാനുള്ള അവസരം ഇത്തരത്തിലുള്ള വനംവകുപ്പ് അധികൃതർക്കുണ്ടായിരുന്നു. പക്ഷേ ആ സമയമെല്ലാം ഇവർ ലാഘവത്തോടെയാണ് അത് എടുത്തത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇത് കടന്നത്. അതിനാൽ തന്നെ ഈ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്രയും 4-5 മണിക്കൂറായിട്ടും ഈ കാട്ടാനയെ കാട് കയറ്റം കഴിഞ്ഞില്ല. അതിനാൽ തന്നെയാണ് ഈ വലിയ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപ് റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള പരിപാടിയിലേക്ക് ജനങ്ങൾ കടന്നിരുന്നു. പിന്നീടാണ് കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തി അവരെ നിലവിൽ ഒഴിപ്പിച്ചത്. ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും നൂറുകണക്കിന് ജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം ഈ ആനയുടെ ചിത്രങ്ങൾ എടുക്കാനും ജനങ്ങൾ ഒഴുകിയെത്തുന്നത് വനംവകുപ്പ് അധികൃതർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള ചർച്ചയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ. പക്ഷേ ആനയും ജനങ്ങളുടെയും ഇടയിലുള്ള അവരുടെ ആ ഒരു സമ്മർദ്ദത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടുപോയി എന്നുള്ളതാണ്. എന്തായാലും മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വനമന്ത്രി തിരുവനന്തപുരത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കാരണം നിലവിൽ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആന സമീപത്തെ ഒരു ചതുപ്പ് നിലത്തിൽ ഇത്തരത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയാലേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അത് അംഗീകരിക്കാൻ ഇത്രയും സമയമായിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല. അതൊരു പ്രതിഷേധത്തിന്റെ കാരണം ജനവാസ മേഖലയിലേക്ക് ഇതിന്റെ സഞ്ചാരപഥം എങ്ങനെയാണെന്ന് ആർക്കും അങ്ങനെ തിട്ടപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും റേഡിയോ കോളർ ഉണ്ട്. മാത്രമല്ല ചതുപ്പ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തിരിച്ച് കാട് കയറാനുള്ള സാധ്യതയും വനപാലകർ അങ്ങനെ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ താമസിക്കുന്നതിന്റെ കാരണം വ്യക്തമല്ല. പക്ഷെ ഇതിന് സമീപമൊന്നും കാടില്ല. ഈ ചതുപ്പ് നിലമാണെങ്കിലും ഈ മാനന്തവാടി ടൗണിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ചതുപ്പ് നിലമുള്ളത്. അതിനാൽ തന്നെ ഏത് നിമിഷവും ഈ ആന തിരിച്ച് വന്ന വഴിയെ തന്നെ മാനന്തവാടിയിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതയും ജനങ്ങൾ മുന്നിൽ കാണുന്നു. അതിനാൽ തന്നെയാണ് ജനങ്ങൾ വളരെ ആശങ്കയിലുള്ളത്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്. മാനന്തവാടി, വയനാട്ടിലെ ഹൃദയഭാഗമായ മാനന്തവാടി പോലുള്ള ഒരു ടൗണിൽ വരെ കാട്ടാന എത്തി. എന്നിട്ടും അതിനെ തുരത്താനായി വനംവകുപ്പ് അധികൃതർ
അധികൃതർക്ക് കഴിയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ ജോലി എന്നാണ് ഈ നാട്ടുകാർ തന്നെ ചോദിക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതും. കുറച്ചു മുൻപ് വരെ ഈ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിലവിൽ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായാണ് നിലവിൽ ജനങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പൊതുപ്രവർത്തകരെല്ലാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് സന്നാഹത്തെ വനംവകുപ്പ് ആവശ്യപ്പെട്ടു. അവർ എത്തിയിട്ടുണ്ട്. എന്തായാലും കാട്ടാന നിലയുറപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് ഇത്രയും സമയമായി നിൽക്കുന്നത്. ഇപ്പൊ അരമണിക്കൂറിലധികമായി ഒരു സ്ഥലത്ത് തന്നെ കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ, കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണമെന്നാണ് ജനങ്ങളുടെ മറ്റൊരു ആവശ്യം. അതോടൊപ്പം തന്നെ പോലീസിന്റെ DSP, SP അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ പ്രദേശത്തെ കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നതും അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ മാനന്തവാടി നഗരസഭ ഡിവിഷനിലെ ഇടവക പഞ്ചായത്ത് വാർഡിലൊക്കെ 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് ജനങ്ങൾ പരമാവധി പുറത്തിറങ്ങരുത്, തന്നെ സ്കൂളിലെത്തിയ കുട്ടികൾ സ്കൂളിൽ തന്നെ തുടരുക, അതുമാത്രമല്ല അങ്ങനെയുള്ള അവധിയൊക്കെ കൊടുത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പറയുന്ന പോലെയാണ്, ഒരു പക്ഷേ നൂറുകണക്കിന് ആളുകളെങ്കിലും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയാൽ പക്ഷേ ഇത് കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം, അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണല്ലോ അല്ലേ? തീർച്ചയായും. കാരണം ഈ ചതുപ്പ് നിലത്തിന് ചുറ്റുമായി ആന നിൽക്കുന്ന ചുറ്റുമായി ജനങ്ങൾ തമ്പടിക്കുകയാണ്. 4 സൈഡിലും ഈ ആനയെ വളഞ്ഞ് ജനങ്ങൾ ഫോട്ടോ എടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വനംവകുപ്പ് അധികൃതർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഈ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ കാട്ടാന ചലിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ ഈ സ്ഥലം സേഫാണ്. ഈ സ്ഥലത്ത് കാട്ടാനയെ ഈ സ്ഥലത്താണെങ്കിൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനും എന്ത് മുന്നോട്ടുള്ള നടപടിക്കും വനംവകുപ്പിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ഈ കാട്ടാനയെ ചുറ്റി നിന്ന് ചിത്രങ്ങൾ എടുക്കുകയാണ് ജനങ്ങൾ. ഈ പ്രദേശത്ത് 1 മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് ഉണ്ട്, ജനങ്ങൾ പുറത്തിറങ്ങരുത്, മാനന്തവാടി നഗരത്തിലേക്ക് കാട്ടാന എത്തിയിട്ടുണ്ട്, അതിനാൽ ജനങ്ങൾ പരമാവധി യാത്ര ഒഴിവാക്കണം, വീടുകളിൽ തന്നെ തങ്ങണമെന്ന് ആവശ്യപ്പെടുമ്പോഴും യുവാക്കളടക്കമുള്ളവർ സെൽഫിയുമായി ഈ പ്രദേശത്തേക്ക് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന യാത്രക്കാർ 2 പേർ ഈ ആനയെ കണ്ടിറങ്ങി ചിത്രമെടുക്കാൻ തുടങ്ങിയതോടെ ആന പാഞ്ഞെടുത്തത്. ഒരു പക്ഷേ ഈ ചതുപ്പ് പ്രദേശമാണ്. അങ്ങനെ ആനയ്ക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ, ജനക്കൂട്ടത്തിനിടയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലെങ്കിൽ പോലും ചിതറി ഓടുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാകാം. ആന അങ്ങോട്ടേക്ക് എത്തുന്നു എന്നൊരു പ്രതീതി ഉണ്ടായാൽ ചിതറി ഓടുമ്പോഴുള്ളൊരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവാം. മാത്രമല്ല ശ്രീജിത്ത് പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വനപാലകർ പറയുന്ന പോലെയാണ്, ജനസാന്നിധ്യം ഉണ്ടായാൽ അവിടെ നിന്ന് ആന മാറാനുള്ള സാഹചര്യം. അത് ജനവാസ മേഖലയിലേക്കാണെങ്കിൽ, ജനവാസ മേഖലയുടെ അടുത്താണ് ഈ ചതുപ്പ് എന്നുള്ളത് കൊണ്ട് ജനവാസ മേഖലയിലേക്കാണെങ്കിൽ ഇരട്ടി പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജനങ്ങളെ? തീർച്ചയായും ലക്ഷ്മി, അതിനുവേണ്ടിയാണ് നിലവിൽ പോലീസിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പോലീസിന്റെ വലിയ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഇന്ദുചൂടനുണ്ട്, അദ്ദേഹം മുൻ DFO ആണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ, ഈ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടല്ലോ വയനാട്ടിൽ. കാരണം ആനയെ മയക്കുവെടി വെക്കാൻ അന്തിമ തീരുമാനം എടുത്തോ എന്നിപ്പോഴും അറിയില്ല. എങ്കിൽ പോലും മയക്കുവെടി വെക്കേണ്ടി വരുന്നൊരു സാഹചര്യം. പക്ഷേ ഈ ജനക്കൂട്ടം ഇതിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. ആനയെ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണല്ലോ വയനാട്ടിലുള്ളത്. ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഞാൻ കാണുന്നത്, കുറച്ചു നാളായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം എന്തോ കാരണവശാൽ ചില കർഷക സംഘടനകളും ചില നിക്ഷിപ്ത താല്പര്യങ്ങളും കൂടി വനം വകുപ്പും മൃഗങ്ങളും ഒരു സൈഡും മറ്റ് ജനങ്ങൾ മറ്റു സൈഡുമായിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. നമുക്ക് ഈ ട്രെൻഡ് മാറണം. ഇത്തരത്തിലുള്ള ഒരു പ്രവണത സമൂഹത്തിൽ വളർന്നു വരുന്നത് ശരിയല്ല. മുഴുവൻ സമൂഹത്തിന്റെ ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ കൂടെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കുന്നത്. ആ രീതിയിൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഒറ്റക്കെട്ടായിട്ട് ഇത് വനംവകുപ്പിന്റെ പ്രശ്നമല്ല, ജനങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നമല്ല. അവിടെ ഇതിനു മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശമുണ്ടായിരുന്നു ഫ്രാഗ്മെന്റഡ് ഫോറസ്റ്റ്. കേരള സർക്കാർ തന്നെ അതിനെ അപേക്ഷിച്ചതാണ്, കേന്ദ്രത്തിൽ നിന്ന് പെർമിഷൻ ലഭിച്ചതാണ്, ഇടയ്ക്ക് പൈസയും ലഭിക്കുകയുണ്ടായി. അതായത് ഫ്രാഗ്മെന്റഡ് ഫോറസ്റ്റിൽ ഈ അവിടെ ഉള്ള ഫ്രാഗ്മെന്റഡ് ഹാബിറ്റാറ്റുകളുണ്ട്, ജനങ്ങൾ അധിവസിക്കുന്ന ചിന്നിച്ചെതറി കിടക്കുന്ന അധിവാസ മേഖലകൾ ഒഴിപ്പിച്ചിട്ട് വനം ഒരുമിച്ചാക്കുകയാണെങ്കിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറയും. അപ്പൊ അതേ രീതിയിൽ നോക്കണം. പിന്നെ ഈയിടെയായിട്ട് പല സ്ഥലത്തും, വയനാട് മാത്രമല്ല പല സ്ഥലത്തും എന്തുകൊണ്ടാണ് മൃഗങ്ങൾ, പുലിയായാലും ആനയായാലും കാട്ടുപോത്താലും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം. ഡോക്ടർ, അത് ഈ വർദ്ധിച്ചു വരുന്ന ചൂടൊരു പ്രശ്നമാകുമോ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് മാത്രമല്ല അതിനൊക്കെ ഉപരിയായി ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു സ്ഥിരമായ പരിഹാരം എന്നുള്ളത് ഈ ഫ്രാഗ്മെന്റഡ് ഫോറസ്റ്റുകൾ എന്നുള്ള, അല്ലെങ്കിൽ ആ ജനവാസ മേഖലകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ജനങ്ങൾ സഹകരിക്കാത്തതുകൊണ്ടാണോ?
അല്ല ജനങ്ങൾ അതിനൊപ്പമാണ്. അത് ഭരണപരമായിട്ടുള്ള ഒരു ഞാൻ പറയുക റെക്ടേപ്പിസം. അതുകൊണ്ടാണ് ഒരിക്കല് 2012 ധാരാളമായിട്ട് ആ രീതിയിൽ നടന്നിരുന്നു. ഇപ്പോഴും അതിന് പൈസ ലഭിക്കാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷെ സമൂഹത്തിലെ പ്രാദേശിക നേതൃത്വം അതനുസരിച്ച് ഉയരണം. പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ള രീതിയിലായിട്ട് മാറ്റണം. അപ്പൊ മൊത്തം സഹവർത്തിത്വത്തിന്റെ ഒരു സന്ദേശം വനം വകുപ്പ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും റവന്യൂ ഉദ്യോഗസ്ഥരും കളക്ടറും എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു വെല്ലുവിളിയായിട്ട് രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള രീതിയിലാവണം. മൃഗത്തെ വെടിവെച്ച് കൊല്ലുന്നത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. മയക്കുവെടി വെച്ച് മാറുന്ന കുഴപ്പമില്ല. പക്ഷെ വയനാട് വരുന്ന ഒരു പ്രവണത, ജനങ്ങളുടെ ഒരു വികാരം, ഒരു പുലി ഇറങ്ങില്ല പുലിയെ വെടിവെച്ച് വല്ല കഴിഞ്ഞോടെ നമ്മൾ കണ്ടു. ആ രീതിയിലേക്ക് പോകാതെ വഷളാവാതെ നമുക്ക് രക്ഷിക്കാനുള്ള നടപടി വേണം. പ്രാദേശിക നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിന്ന് അത്തരത്തിലുള്ള ചിന്ത, അതിനുള്ള കൂടിയാലോചനകൾ നടക്കാനുള്ള ഒരവസരമായിട്ട് ഇത് ഉപയോഗിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. മനസ്സിലായി, വ്യക്തമാണ് ഡോക്ടർ. എന്താണ് വയനാട് എടവകയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ തിരിച്ച് കാട് കയറ്റുന്ന ഒപ്പം തന്നെ മയക്കുവെടി വെക്കണമെന്ന് സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. മാത്രമല്ല നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഒക്കെ തമ്മിൽ ഒരു പ്രശ്നവും അവിടെ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിക്കൊണ്ടിരുന്ന. ഒപ്പം തന്നെ പ്രതികരിച്ച അതിഥികൾക്കും നന്ദി.